ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന് ഇത് കയറ്റി കൊടുക്കുന്നത് ഈ അമ്മായിമ്മ പിരിയേറ്റി അമ്മായിമ്മ അവരങ്ങനെ പിരിയേറ്റി കൊടുക്കുന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, ആളുകള് കോവാലനാകരുതെന്ന്. ആളുകള് കോവാലനാകരുത്, ഗോപാലനാവണം. എന്ന് വെച്ചാല് ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്നാല് പിന്നെ ഇതാണോ ദേവലോകം വെച്ചാല് ആമ്പിളരുടെ ധാരണ. ഇല്ല, അമ്മയില്ല, അച്ഛനും ഇല്ല, സഹോദരങ്ങളും ഇല്ല, അത് തെറ്റാ. അതേ സമയത്ത് ഈ ആണുങ്ങള് സ്ട്രോങ് ആയിട്ട് നിന്നാൽ ആണുങ്ങള് കെട്ടിക്കൊണ്ടൊരു ഞാൻ പറയാം കെട്ടിക്കൊണ്ട് വരണത് ഒരു കെട്ടിക്കൊണ്ട് വരണ ഒരു പെണ്ണിനെയാണ്, അല്ലാതെ പോത്തിനെയൊന്നും അല്ല. അപ്പൊ അവളോട് പച്ചമലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം, എടി ഉവേ ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. വെള്ളം തിളപ്പിച്ച് ആദ്യം അവർക്ക് ഓരോ ഗ്ലാസ് കൊടുക്കണം, അത് കഴിഞ്ഞ് നീ ചേട്ടന് തന്നാ മതി. അല്ല അമ്മച്ചി, ഈ ഇത് വലിയ അപകടം ചെയ്തൊരു ചിന്താഗതിയാ. ഈ വീട്ടിൽ ചായ തിളപ്പിക്കുന്ന മരുമകളുടെ ജോലിയാണോ? അല്ല, അമ്മയ്ക്കും ചെയ്യാം മരുമകൾക്കും ചെയ്യാം. അതുപോലെ ഇപ്പൊ മോള് പറഞ്ഞു കെട്ടി മാറണേ ആണും പെണ്ണും അവര് തമ്മിൽ 1 മാസം കൊണ്ട് കെട്ടി മാറണം. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ എന്നാന്ന് വെച്ചാല് ചില വീട്ടിലെ അമ്മമാര് പറഞ്ഞു കൊടുക്കണത്, പൊന്നു മോളെ നീ അങ്ങ് ചെല്ലുമ്പം അവളെ പോക്കറ്റ് ഇട്ടോണ്ടിങ്ങ് മാറിയേക്കണം, അവനെ പോക്കറ്റിൽ പാട്ട് നിർത്തണം എന്നാണ്. ഇല്ലെങ്കിൽ 1 മാസം കൊണ്ട് മകൻ ഇങ്ങ് വന്നു കഴിഞ്ഞാല് ഈ മകക്ക് ഈ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആൾക്കാരോട് പെരുമാറണം എന്നൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടല്ലല്ലോ വന്നെ. ഈ വീട്ടിൽ വന്ന് ഈ അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിന്നാ പഠിക്കേണ്ടത്. അതൊക്കെ മനസ്സിലാക്കാതെ നേരെ ഭർത്താവ് ഭാര്യനെ മാന്യമായ രീതിയിൽ തന്നെ നോക്കുന്നേ, ഭാര്യയുടെ അമ്മയ്ക്ക് അത് പോരാ. ഈ അയാളാണ് പീഡിപ്പിക്കപ്പെടുന്ന ആ കേസ്. ഇപ്പൊ നമ്മൾ പറയാം അമ്മായിമ്മ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ പീഡിപ്പിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. 8 വർഷമായിട്ട് ഗുജറാത്തിൽ നിന്ന് വന്നിട്ടില്ല ഇയാള്. 8 വർഷം ഒരു പെൺകുട്ടിയുണ്ട്, അമ്മ സമ്മതിക്കുന്നില്ല. പെണ്ണിനോട് ഇത് പോയി അമ്മ ഇപ്പൊ പറഞ്ഞതുപോലെ മോളോട് പറഞ്ഞു കൊടുക്കാണ്, നീ പതുക്കെ ചട്ടിയും കല്ലും മടക്കി വീട്ടിലോട്ട് പോരെ, അവൻ പറഞ്ഞ അനുസരിച്ചില്ലേ നിന്നെ നോക്കി അവൻ നിന്റെ കൂടെ വന്നോളൂ. അപ്പൊ സ്വന്തം വീട്ടിലേക്കും പോകാൻ പാടില്ല, ഭാര്യ വീട്ടിലേക്കും പോകാൻ പാടില്ലാത്ത അവസ്ഥയാണ് ആ ഭർത്താവിന്റെ അവസ്ഥ. പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്.